സാർ, ഈ ഇംഗ്ലീഷ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് +1 +2 സ്റ്റുഡൻസിന് എപ്പോഴും ഉള്ളൊരു സംശയമാണ്, നമ്മളിപ്പോൾ 8 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എത്രത്തോളം പേജ് എഴുതണം, ഓരോ മാർക്കിനും എത്രത്തോളം പേജ് അവർ എഴുതണം എന്നുള്ളത്. യെസ്, അതൊരു റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഒരുപാട് കുട്ടികൾക്ക് ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ 10th സ്റ്റാൻഡേർഡിൽ കഴിഞ്ഞ് പരീക്ഷ എഴുതി 80 മാർക്കിൻ്റെ പരീക്ഷ എഴുതി കഴിഞ്ഞ് +1 +2 എത്തുന്ന സമയത്ത് വളരെ കുറഞ്ഞ പോയിന്റുകൾ മാത്രം കുട്ടികൾ എഴുതി പോകാറുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 8 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിലും ഏത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇത്ര എഴുതണമെന്നൊരു നിയമമൊന്നുമില്ല. പക്ഷേ ടീച്ചേഴ്സ് ജനറലി അവർ കൺസിഡർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ എന്ത് എഴുതുന്നു അല്ലെങ്കിൽ കണ്ടന്റിൻ്റെ ഒരു വ്യാപ്തി കൂടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. പിന്നെ ചില ക്വസ്റ്റ്യൻസിന് അനുസരിച്ചിട്ടാണ് നമുക്ക് എഴുതാനുണ്ടാവുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ഒരു ഡയറി എഴുതാനോ അല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ എഴുതാനൊന്നും നമുക്കൊരു 2 പേജൊന്നും ഉണ്ടാവില്ല, അത്രയും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നോർമലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹയർ സെക്കൻഡറിയിൽ എത്തുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് എഴുതണം. 10th പോലെയല്ല, അത്യാവശ്യം നന്നായിട്ട് എഴുതണം. ഒരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമ്മുടെ essay ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും നമുക്ക് മൂല്യമുള്ള ഏറ്റവും ടോപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യന് നമ്മളൊരു 2-2.5 പേജെങ്കിലും എഴുതണം എന്നാണ് പറയാം. 2 പേജെങ്കിലും എഴുതണം, 1.5 മുതൽ 2 പേജെങ്കിലും നമ്മൾ എഴുതണം. ഇനി അതേപോലെ ഇതിൻ്റെ തൊട്ട് ചെറിയ ക്വസ്റ്റ്യൻ ആണ് 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ. ഈ 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമ്മൾ അതിലും കുറഞ്ഞ് ഒരു 1.5 പേജ് വരെയെങ്കിലും എഴുതണം എന്നാണ് പറയാം. 1 പേജ് മുതൽ 1.5 പേജ് വരെയെങ്കിലും എഴുതണം. പിന്നെ നമുക്ക് ഉള്ളത് 5 മാർക്കിൻ്റെ ചോദ്യമാണ്. അത് 1.25 പേജ് വരെ, അല്ലെങ്കിൽ 1 പേജോ അല്ലെങ്കിൽ 1.25 പേജോ. അവിടെയാണ് നമുക്ക് ഈ പറഞ്ഞ പ്രൊഫൈലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അത്ര ഒന്നും എഴുതാണ്ടാവില്ല, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് പോയിന്റുകൾ എഴുതുക. നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവും. ഈ സാധാരണ കുട്ടികൾ ഈ 1 മാർക്കിനൊക്കെ കുറേ എഴുതിയിട്ട് സമയം വേസ്റ്റ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അങ്ങനെയല്ല, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് നമ്മൾ ഒരു സെൻറ്റൻസ് മതി, അല്ല ചിലപ്പോൾ ഒരു വേർഡ് ആയിരിക്കും അതിൻ്റെ ആൻസർ. ആ ഒരു വേർഡ് എഴുതിയാലും നമുക്ക് മാർക്ക് കിട്ടും, 1 മാർക്ക് കിട്ടും. അപ്പോൾ അത് സേഫ് ആക്കുക. പിന്നെ എപ്പോഴും നല്ലത് ഒരു സെൻറ്റൻസിലേക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റിനെ ഒരു വേർഡ് ആണെങ്കിലും അതിനെ ഒരു സെൻറ്റൻസിലേക്ക് കൊണ്ടുവരുന്നതാണ് എപ്പോഴും സേഫ് എന്ന് പറയുന്നത്. ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 2 സെൻറ്റൻസ് എഴുതണം. ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക, ഒരു പാസേജ് എന്നിട്ട് 4-5 ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കും. അതിനകത്ത് ഏതോ ഒരു ചോദ്യത്തിന് എല്ലാത്തിനും 1 മാർക്കായിരിക്കും, ഏതോ ഒരു ചോദ്യത്തിന് നമുക്ക് 2 മാർക്ക് ഉണ്ടായിരിക്കും. പക്ഷെ പലപ്പോഴും കുട്ടികൾ അത് ശ്രദ്ധിക്കില്ല. എന്നിട്ട് ആ 2 മാർക്കിൻ്റെ സെൻറ്റൻസിനും 1 മാർക്കിനുള്ളത് മാത്രം എഴുതിയിട്ട് പോകാറുണ്ട്. അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2 മാർക്കിന് നമ്മൾ 2 സെൻറ്റൻസെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം എന്നുള്ളതാണ്. ഇത്രയാണ് അവർക്ക് ഏകദേശം ഓരോ ക്വസ്റ്റ്യനും എങ്ങനെ അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ എത്ര എഴുതണം എന്നതിനെ കുറിച്ചിട്ട് പറയാനുള്ളത്.